100% പിണറായി വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. തുടർ ഭരണം വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. എന്തുകൊണ്ടാന്ന് വെച്ചാൽ നിലവിൽ നമുക്ക് നമ്മുടെ മുന്നിൽ ഇതാ തൊട്ട് മുന്നിൽ കാണുന്ന സ്കൂള്, അതെ അതെ, ഇതെല്ലാം നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തൊരു വികസനം തന്നെയാണ്. അതുപോലെ തന്നെ റോഡുകള്, നിലവിലുള്ള ഹോസ്പിറ്റൽ സംവിധാനങ്ങള്, അതിലെല്ലാം നിലവിലുള്ള ഒരവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് UDF നമ്മൾ 10 കൊല്ലം മുമ്പ് നമ്മള് കണ്ട അവസ്ഥയിൽ നിന്ന് ഒരുപാട് മാറിയിട്ടുണ്ട്. അപ്പൊ ഇനിയും ഈ ഒരു ലെവലിൽ തന്നെ കാര്യങ്ങൾ കുറച്ചും കൂടി മുന്നോട്ട് പോണെങ്കിൽ ഈ പിണറായി സർക്കാർ തന്നെ UDF വന്നാൽ അങ്ങനെ ഒരു വികസനം നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. UDF വന്നാൽ നിലവിൽ VD സതീശനെ പോലുള്ള നേതാക്കന്മാർ പറയുന്നത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പല വികസനങ്ങളും ഇല്ലാണ്ടാക്കുന്ന പറയുന്നത്. അതിന് പകരം കുറെ പദ്ധതികളുണ്ട്, അതൊന്നും ഇപ്പം പുറത്തു പറയാൻ പറ്റില്ല എന്നാ പറയുന്നത്. അപ്പൊ നിലവിൽ അതിൽ തന്നെ വ്യക്തമാണ് ഒരു പദ്ധതി അവർക്ക് ഇല്ല. ഒരു പദ്ധതിയും ഇല്ലാണ്ട് വെറുതെ ജനങ്ങളെ കണ്ണി പൊടിയിടാൻ വേണ്ടുന്ന ഒരു വർത്തമാനം മാത്രമാണ് അത്. സാമ്പത്തിക കടക്കണി ഇപ്പോഴേ പറഞ്ഞ അതൊരു മുൻകൂർ ജാമ്യം എടുക്കാനുള്ളത് ഒരു ആരോപണം. അതായത് പല ആനുകൂല്യങ്ങളും കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മുൻകൂർ ജാമ്യം. ശരിയാണ്? അതെ, തീർച്ചയായും അത് ശരിയാണ്. കാരണം നമ്മള് ബാലഗോപാൽ മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ട്, നമ്മളിതെല്ലാം ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ പല പദ്ധതികളും പ്രഖ്യാപിക്കുന്നത്. നമ്മൾ നിലവിൽ പ്രഖ്യാപിച്ച പല പദ്ധതികളും ചെയ്തിട്ടുമുണ്ട്. അപ്പൊ ആ ഒരു ധൈര്യത്തിൽ അവരത് പറയുന്നുണ്ട്. പിന്നെ കിഫ്ബി പോലുള്ള പരിപാടികളിലൂടെ ഫണ്ട് കണ്ടെത്താനുള്ള മാർഗങ്ങളെല്ലാം അവർ തെളിയിച്ചിട്ടുമുണ്ട്. ഇനി അങ്ങോട്ട് അതെല്ലാം ഉണ്ടാവുമെന്ന് തന്നെയാണ് നമ്മളെല്ലാം വിശ്വാസം.